മായാജല കണ്ണാടി. തന്റെ കൗശലം കാരണം വിമല എന്തെല്ലാം പ്രശ്നങ്ങളാണ് പെട്ടതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതായിരുന്നു. വിമല രാവിലെ എഴുന്നേറ്റ് ന്യൂസ് പേപ്പർ വായിക്കാൻ തുടങ്ങി. ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കാൻ തുടങ്ങിയിട്ടും അവൾക്കതിൽ പ്രത്യേകിച്ചൊന്നും കാണാൻ സാധിച്ചില്ല. അതെ, ഇതെന്താ? അവളുടെ കണ്ണുകൾ ഒന്നും കൂടെ തുടച്ചിട്ട് വീണ്ടും ഒന്ന് വായിക്കാൻ തുടങ്ങി. പക്ഷെ അവൾക്ക് വായിക്കാൻ സാധിച്ചില്ല. അല്ല, എന്റെ കണ്ണിന് എന്താണ് പറ്റിയത്? ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. രാവിലെ ആയപ്പോൾ ഇതെന്താ പറ്റിയത്? എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണണം. അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഡോക്ടറിന്റെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ, ഡോക്ടർ. പറയൂ മാഡം, എന്താണ് മാഡത്തിന്റെ പ്രശ്നം? എന്റെ കണ്ണ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെയാണോ? എത്ര നാളായി? നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ശരിക്കും ഐ സ്പെഷ്യലിസ്റ്റ് തന്നെയല്ലേ? യെസ്, ഐ എം ഒപ്റ്റാമോളജിസ്റ്റ്, MA MD FRCS ലണ്ടൻ. മനസ്സിലായോ? നിങ്ങൾ എന്ത് ഡോക്ടറാണ്? ഞാൻ എൻ്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ പോലീസിനോട് അറിയിക്കാനാണോ എന്നെ പറയുന്നത്? ചുമ്മാ തമാശ പറഞ്ഞതാണ് മാഡം. എനിക്ക് എന്റെ പേഷ്യന്റിനൂടെ തമാശ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ കളിയാക്കൽ കണ്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. ശരി, അതൊക്കെ പോട്ടെ. മാഡത്തിന് ഈ പ്രശ്നം തുടങ്ങിയിട്ട് എത്ര നാളായി? രാവിലെ മുതൽക്ക്. രാവിലെ മുതലായിരുന്നോ? അത് ശരി. മാഡം കുറച്ചുകൂടെ അടുത്തോട്ടിരിക്കെ, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അല്ല, അത് നിങ്ങൾ എനിക്ക് പരീക്ഷയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുമല്ലല്ലോ തരാൻ പോകുന്നത്? അയ്യോ, ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതല്ല മാഡം. ഇത് പരീക്ഷയ്ക്കുള്ള ടെസ്റ്റ് ഒന്നും അല്ലെന്നേ. മാഡം തെറ്റിദ്ധരിക്കേണ്ട. മാഡത്തിന്റെ കണ്ണുകൾ നോക്കിയാൽ അറിയാം മാഡത്തിന് എങ്ങനെയുള്ള സൈറ്റാണ് ഇപ്പോൾ ഉള്ളതെന്ന്. എന്താ? കണ്ണിനെ നോക്കിയാൽ അറിയാൻ പറ്റുമെന്നോ? എത്ര സൈറ്റ് ഉണ്ടെന്ന്? എന്നാ നോക്കാം. അവള് പോയി ഒരു സ്ഥലത്തിരുന്നു. അപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. മാഡം ഇങ്ങോട്ട് നോക്കൂ. മാഡത്തിന് 2.5 സൈറ്റ് ആണ് ഉള്ളത്. അല്ല, എന്റെ 10 സൈറ്റാണുള്ളത്. ഡോക്ടർ ഞെട്ടിപ്പോയി. എന്താ മാഡം ഇത്? ഞാൻ മാഡത്തിന്റെ കണ്ണുകളുടെ സൈറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലാതെ ലാൻഡിന്റെ സൈറ്റിനെ കുറിച്ചല്ല. അല്ല, ഞാൻ വെറുതെ ഒന്ന് കളിയാക്കിയതാണ്. ഇനി ഇതുപോലുള്ള തമാശകളൊന്നും പറയല്ലേ, ഞാൻ ആകെ പേടിച്ചുപോയി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവൾക്കൊരു കണ്ണാടി കൊടുത്തു. ഈ കണ്ണാടി വെച്ചോ, കാഴ്ചക്ക് നല്ല തെളിച്ചം ഉണ്ടാവും, ഡോക്ടർ പറഞ്ഞു. ആ കണ്ണാടി ഇട്ടുകൊണ്ട് വിമല നേരെ അവളുടെ വീട്ടിലേക്ക് നടന്നു. ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ വിമലയുടെ കണ്ണാടി കണ്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ വിമല പറഞ്ഞു, ഇവർക്കൊക്കെ എന്തു പറ്റി? എന്നെ കണ്ടുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? അവൾ മനസ്സിൽ ആലോചിച്ചു. ഗ്രാമത്തില് ഒരു സ്കൂളില് ഒരുപാട് സെക്യൂരിറ്റികളുണ്ട്. ഒരുപാട് ആളുകളും പോകാറുണ്ട്. അവരെല്ലാവരും നോക്കിക്കൊണ്ട്, ഇവിടെ എന്തു പറ്റി? ഇത്രയും ആൾക്കാരും പോലീസും ഒക്കെ. അയൽക്കാരി വനജ ഇവിടെ വരാറുള്ളതാ. അവളോട് ചെന്ന് ചോദിക്കാം. അവൾ പറയും. വനജ അവളുടെ അടുത്തേക്ക് വന്ന് ചിരിച്ചുകൊണ്ട് പോയി. ഇത് കണ്ടുകൊണ്ട് വിമല പറഞ്ഞു, എന്താ ചേച്ചി കണ്ടിട്ടും ഇങ്ങനെ കാണാത്ത പോലെ പോകുന്നേ? അല്ല വിമല, നീയോ? ഈ കണ്ണാടി ഇട്ടപ്പോൾ തോന്നിയത് മറ്റാരോ ആണെന്നാണ്. അല്ല, ഈ കണ്ണാടി നിനക്ക് എവിടെന്നാ കിട്ടിയേ? എന്ന് വെച്ചാ നാട്ടുകാരൊക്കെ എന്റെ കണ്ണാടി കണ്ടിട്ടാണോ ചിരിച്ചത്? വിമല, നീ എന്തെങ്ങനെ മിണ്ടാതിരിക്കുന്നേ? ഇവിടെ എന്താ ഇത്ര തിരക്ക് ചേച്ചി? ഓ, അതാണോ? നമ്മുടെ ഗ്രാമത്തില് കോഹിനൂർ ഡയമണ്ട് എക്സിബിഷൻ വരാൻ പോവുക. എന്താ? ഡയമണ്ടോ? എത്ര കാണും ചേച്ചി? 1 കോടി രൂപ ഉണ്ടാകുമോ? അവള് പറഞ്ഞത് ഒരുപാട് കോടികൾ വിലമതിക്കുമെന്നാ. എന്താ? സത്യാണോ? ആ, അതുകൊണ്ടാണ് ഈ ഗ്രാമം മുഴുവനും സെക്യൂരിറ്റി ക്യാമറ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാ പിന്നെ ഇത്രയും പോലീസും വന്നിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് വനജ അവിടെ നിന്നും ചിരിച്ചുകൊണ്ട് പോയി. ചിരിക്കുന്നത് കണ്ടില്ലേ? എല്ലാവരും എന്നെ നോക്കിയാണ് ഇങ്ങനെ ചിരിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൾ അവളുടെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് വന്നു. മരുമോളുടെ കണ്ണാടി കണ്ടിട്ട് അമ്മായിയമ്മ പറഞ്ഞു, എന്തു പറ്റി? നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നെ? എനിക്ക് കാഴ്ചക്ക് എന്തോ പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് ഡോക്ടറെ പോയി കണ്ട് ഈ കണ്ണട ഇട്ടത്. പക്ഷെ എല്ലാവരും എന്നെ കണ്ടുകൊണ്ട് ചിരിക്കുവാണ് അമ്മേ. ഒരുപാട് ചിരിച്ചു കഴിഞ്ഞാൽ അവരുടെ വായ തന്നെ വേദനിക്കും. ചിരിക്കേണ്ടവര് ചിരിക്കട്ടെന്നേ.
ആളുകൾ ഇങ്ങനെ ചിരിച്ചാൽ എത്ര നാണക്കേടാ. പുറത്തേക്ക് പോകാൻ എനിക്ക് നാണാവുന്നു. അവൾ വിഷമിക്കാൻ തുടങ്ങി. അത് കളാ, ഈ ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നേ? എന്റെ അടുത്ത് ഒരു മായാജല കണ്ണടയുണ്ട്, അത് നീ ഇട്ടോളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് ചെന്ന് ആ കണ്ണടങ്ങി എടുത്തോണ്ട് വന്നു. ആ കണ്ണട കണ്ടപ്പോൾ വിമല പറഞ്ഞു, മാജിക്കൽ കണ്ണട? ഇത് എന്താണ് ചെയ്യുന്നത് അമ്മേ? ഈ കണ്ണട ഇട്ടാലും ആളുകൾക്ക് നീ കണ്ണട വെച്ചതായിട്ട് അറിയാൻ പോകുന്നില്ല. അമാവാസ രാത്രി പോലും നട്ടുച്ച പോലെ തോന്നിട്ടാല്. ഇത് അടിപൊളിയാണല്ലോ അമ്മേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ ആ കണ്ണട എടുത്ത് അവളുടെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ വന്നപ്പോൾ വിമലയ്ക്ക് ഒരു ഐഡിയ തോന്നി. ഈ കണ്ണട ഇട്ടാല് രാത്രി പോലും പകലായി തോന്നും. എന്നാൽ നട്ടപ്പാതിരാത്രി ആ കോഹിനൂർ കുറച്ച് മോഷിച്ചോണ്ട് വന്നാലോ? അതുകൊണ്ട് നല്ലൊരു മാല ഉണ്ടാക്കണം. ഇന്ന് രാത്രി എല്ലാ സെക്യൂരിറ്റികളും ഉറങ്ങിക്കഴിയുമ്പോൾ രാത്രി പോയി കഴിഞ്ഞാല് CCTV ക്യാമറയ്ക്ക് പോലും എന്നെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് വിമല നട്ടപ്പാതിരാത്രി ആ സ്കൂളിൻ്റെ അടുത്തേക്ക് ചെന്നു. സെക്യൂരിറ്റികളെല്ലാം ഉറങ്ങുകയായിരുന്നു. അവൾ പതുക്കെ പതുക്കെ ആ ഡയമണ്ട് അടുത്തേക്ക് ചെന്നു. ഡയമണ്ട് കണ്ടപ്പോൾ, ഓ ദൈവമേ, ഇത് എത്ര നന്നായിരിക്കുന്നു! അതുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രശസ്തി. ഇതിനെ പതുക്കെ എടുത്ത് എന്റെ കഴുത്തിലിട്ടാല് ശരിക്കൊരു മഹാറാണിയെ പോലെ ഇരിക്കും ഞാൻ. ആയിരിക്കില്ലേ? ഞാൻ തീർച്ചയായിട്ടും മഹാറാണിയെ പോലെ ആയിരിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൾ ആ വൈരത്തിലേക്ക് കൈയിട്ടു. അതിൽ കൈവച്ചപ്പോൾ അലാറം അടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ എല്ലാ സെക്യൂരിറ്റികളും ഗാർഡ്സ് വിമലയെ കൈയോടെ പിടിച്ചു. പറയേ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? കോഹിനൂർ ഡയമണ്ട് അടിച്ചോണ്ട് പോകാൻ വേണ്ടി വന്നതല്ലേ? അല്ല അല്ല, ഞാനൊരു കള്ളിയല്ല. ഞാനിതൊന്ന് നോക്കാൻ വന്നതാ. ഡയമണ്ട് കാണാൻ വേണ്ടി വരേണ്ട സമയമാണോ ഇത്? പറയേ. അവളെ നന്നായി വഴക്ക് പറഞ്ഞു. വിമലയ്ക്ക് പെട്ടെന്ന് തന്നെ ബോധം വന്നു. അതുകൊള്ളാം, ഇത് സ്വപ്നമായിരുന്നല്ലേ. നന്നായി ഞാൻ ആ കോഹിനൂർ വൈരത്തിന്റെ അടുത്തേക്ക് ചെല്ലാഞ്ഞത്. പോയിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ സംഭവിക്കുമായിരുന്നു. ദൈവമേ, ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോവത്തേയില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ ആ ജനലിൽ കൂടി ആ സ്കൂളിനെ നോക്കുകയായിരുന്നു. ഇതുപോലത്തെ ഒരുപാട് നല്ല കഥകളും വീഡിയോസും കണ്ടു രസിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.